Good morning. Good morning, ma'am. Okay, നമ്മള് ethical and legal issues എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ എടുത്തുകൊണ്ടിരുന്നത്. ആക്ടുകൾ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്ന ആക്ടുകൾ പഠിച്ചില്ലായിരുന്നോ? എത്ര എണ്ണം നമ്മൾ എടുത്തു നിർത്തി? ജനറൽ ആക്ട് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? എത്ര എണ്ണം വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? അവിടെ വരെയാ? മിനിമം വേജസ് ആക്ട് കഴിഞ്ഞില്ലേ? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പറഞ്ഞിരുന്നു മിസ്, കംപ്ലീറ്റ് ആയിരുന്നു അത്? EPF ആക്ട് പറഞ്ഞു, കംപ്ലീറ്റ് ആയിരുന്നോ? ഓക്കെ, അവിടെ വരെയില്ലേ എടുത്തു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ വരെയല്ലായിരുന്നു എടുത്ത്. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, ശരി. വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? അവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ മിനിമം വേജസ് ആക്ട് നമ്മൾ ജനറൽ ആക്ടുകളില് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പറഞ്ഞു അല്ലെ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വ്യാവസായിക തർക്കങ്ങൾ അല്ലെ, അവിടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ടുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയും ആ ഇൻഡസ്ട്രിയിൽ ഒരു പീസ് ആൻഡ് ഹാർമണി സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് സുരക്ഷിത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത്. മിനിമം വേജസ് ആക്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെ മെയിൽ ആണോ ഫിമെയിൽ ആണോ യാതൊരു വേർതിരിവില്ലാതെ അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് ഒരു മിനിമം വേതനം എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് മിനിമം വേജസ് ആക്ട്. ഇനി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് അല്ലെങ്കിൽ EPF ആക്ട് എന്ന് പറഞ്ഞാല് എംപ്ലോയീസിന് എന്താണ് ഒരു PF അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ഇതുപോലെ ഒരു റിട്ടയർമെന്റ് ബോണസ് പോലെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പോലെ കിട്ടുന്നതിന് വേണ്ടി, റിട്ടയർമെന്റ് സമയത്ത് കിട്ടുന്നതിന് വേണ്ടി റെഗുലർ ആയിട്ട് പതിവായിട്ട് തന്നെ എംപ്ലോയീസും എംപ്ലോയറും ഒരുപോലെ ഈക്വലി കോൺട്രിബ്യൂഷൻ ഒരു ഗവൺമെന്റ് ഫണ്ടിലേക്ക് ഇടുകയും അത് ക്രെഡിറ്റ് ചെയ്യുകയും അവസാനം അവരുടെ റിട്ടയർമെന്റ് സമയത്ത് അവർക്ക് ഒരു ബോണസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പോലെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് ആക്ടുകൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതവിടെ എംപ്ലോയീസ് ഒരു 20 പേരിൽ കൂടുതലാണെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അനുസരിക്കാതെ അല്ലെങ്കിൽ പാലിക്കാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് തടവ് ശിക്ഷയും വരെയും ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇവിടെ വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അതിന്റെ വർഷവും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ ഓക്കെ അല്ലേ? ആക്ടുകളെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണേ. അടുത്തത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. അപ്പൊ നമുക്കറിയാം ബോണസ് കിട്ടും എന്നറിയാം അല്ലെ. എന്തെങ്കിലും ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസോ ഡേയ്സോ സംബന്ധിച്ചാണ് നമുക്ക് ബോണസുകൾ കിട്ടാം അല്ലെ. ആണോ? ബോണസുകൾ കിട്ടാറുണ്ട്. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും കിട്ടാറുണ്ട്, അല്ലാതെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും കിട്ടാറുണ്ട്. അപ്പൊ അത് എപ്പോഴും ഒരു ബോണസ് കൊടുക്കുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അനുസരിച്ചാണ്. ശരിയല്ലേ? ആ ഒരു സ്ഥാപനത്തിന് എത്രത്തോളം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഒരു വർഷം അല്ലെ, അവർക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ, ലാഭം കിട്ടിയതിന്റെ ഒരു ശതമാനമാണ് അവർ എംപ്ലോയീസിന് കൊടുക്കുക. ശരിയല്ലേ? അല്ലേ? എന്തിനു വേണ്ടി ഇവിടെ എംപ്ലോയീസിന് അത് കൊടുക്കുന്നത്? എംപ്ലോയീസ് നന്നായിട്ട് പെർഫോം ചെയ്താലല്ലേ നല്ലൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ ലാഭം ഉണ്ടാകുന്നത് എംപ്ലോയീസിന്റെ വർക്കിന്റെ എഫേർട്ട് കൊണ്ടല്ലേ അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വിഹിതം അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് ശരിക്കും ബോണസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ബോണസ് എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണയായിട്ട് ഒരു എംപ്ലോയിയുടെ ആനുവൽ ആയിട്ടുള്ള ഒരു വാർഷിക വരുമാനത്തിന്റെ ഇത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ബോണസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓരോ സ്ഥാപനത്തിന്റെയും അവിടുത്തെ എംപ്ലോയീസിന്റെ ഒക്കെ സാലറി ബേസ് ചെയ്തുകൊണ്ട് അവരുടെ വേജസിന്റെ ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ എത്ര വേജസ് ഉണ്ട് അവർക്ക് അല്ലെങ്കിൽ എത്രയാണ് അവരുടെ സാലറി അത് മനസ്സിലാക്കി അതിന്റെ ഇത്ര പെർസെന്റേജ് കണക്കാക്കിയിട്ടാണ് ബോണസുകൾ കൊടുക്കുക. അപ്പൊ നോക്കിയേ, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 1965 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് നിലവിൽ വന്നു. ഇനി ക്യാൻ ബി അപ്ലൈഡ് വിത്ത് നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40. 40 എംപ്ലോയീസിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിയമം എന്ത് ചെയ്യാം? ആ ഒരു സ്ഥാപനത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ്.
and charitable or non-profitable hospital are spared. എന്ന് വെച്ചാല് ചാരിറ്റബിൾ സർവീസുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലാഭേച്ഛ ഇല്ലാത്ത ഹോസ്പിറ്റലുകളെയൊക്കെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവയെ ഒഴിവാക്കിയത്? അത് നോൺ പ്രോഫിറ്റബിൾ ആണ് അല്ലെ, സർവീസുകളാണ് അവിടെ കൊടുക്കുക, ശരിയല്ലേ? ലാഭത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളല്ല അത്, അല്ലെ? ഒരു നോൺ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് പരമായിട്ടുള്ളൊരു എന്താണ് ഒരു മോട്ടീവോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലല്ലോ, അല്ലെ? അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോഴാണ് ബോണസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ശരിയല്ലേ? ഇവിടെ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ സർവീസുകൾ കൊടുക്കാനാണ് ശ്രമിക്കുക, അല്ലെ? ലാഭമല്ല അവര് മുൻതൂക്കം നൽകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ അവരെ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് ഈ നിയമം ബാധകമല്ല. മനസ്സിലായോ? അത് ചോദിക്കാറുണ്ട് കേട്ടോ. ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽ നമ്മളെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിന് ഏത് ആക്ടിന് കീഴിലാണ്, ഈ ബോണസ് ആക്ടിന് കീഴിൽ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ചോദിക്കാറുണ്ട്. ആ ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽ ആർ സ്പെയർഡ്, അവയാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ ബോണസുകൾ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റും പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ ആ ഒരു എംപ്ലോയീസിന്റെ ഒരു അക്കൗണ്ടിംഗ് ഇയറിലെ അവരുടെ വേജസ് അല്ലെങ്കിൽ സാലറിയെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇത്ര ശതമാനമാണ് നമുക്ക് ബോണസ് ആയിട്ട് നൽകുക. അപ്പൊ അങ്ങനെ ബോണസ് നൽകുന്നുവെങ്കിൽ അവിടെ 40 എംപ്ലോയീസിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിയമം അവിടെ ആപ്ലിക്കബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 വേഗം വായിച്ചു നോക്കിയേ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇത് ഇയർ ആണെങ്കിൽ എത്ര എംപ്ലോയീസിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ ഈ ഒരു നിയമത്തിൽ ബാധകമല്ലാതെ ഒഴിവാക്കിയിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ വേഗം, എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാറ്റുവിറ്റി, ക്ഷാമബദ്ധ. കേട്ടിട്ടുണ്ടോ? ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ ക്ഷാമബദ്ധ എന്നുള്ളത്. ഗ്രാറ്റുവിറ്റി എന്നുള്ള പേര് കേട്ട് കാണും അല്ലെ? ഈ ഗ്രാറ്റുവിറ്റി നമുക്ക് എപ്പോഴാ കിട്ടുക? ഗ്രാറ്റുവിറ്റി എപ്പോഴാ കിട്ടുന്നത്? ഗ്രാറ്റുവിറ്റി എപ്പോഴാ തന്നെയാ കിട്ടുക നമുക്ക്? നമ്മളുടെ വിരമിക്കുന്ന സമയത്ത് അല്ലെ? അവിടെ നമ്മൾ പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വിരമിച്ചു പോരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെടുന്നത് സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ മരണപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ റിട്ടയർമെന്റ് പോലെ വിരമിച്ചു പോകുന്ന ആ ഒരു സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗ്രാറ്റുവിറ്റി കിട്ടുന്നത്. അപ്പൊ ഈ ഗ്രാറ്റുവിറ്റിയും നമുക്ക് കിട്ടുന്ന ഒരു സൗജന്യ വേതനം തന്നെയാണ് കേട്ടോ. ഒരു സൗജന്യ വേതനം തന്നെയാണ് ഗ്രാറ്റുവിറ്റി. പക്ഷെ ഇവിടെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുക. അതായത് ഗ്രാറ്റുവിറ്റി ഈസ്, ഇവിടെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് അറ്റ് 15 days pay for every completed year of service at the time of his or her superannuation or death. Superannuation എന്ന് പറഞ്ഞാൽ വിരമിക്കൽ അല്ലെങ്കിൽ അവരുടെ മരണം. വിരമിക്കുകയോ അല്ലെങ്കിൽ അവർ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ടൈമിൽ, അതായത് അവർ വിരമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷമോ അവർക്ക് കിട്ടുന്ന, അതായത് അവർ എത്രത്തോളം ഇയർ ഓഫ് സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്, എത്ര വർഷം അവർ സർവീസ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, അത്തരത്തിൽ പൂർത്തിയാക്കിയ ഓരോ വർഷത്തിലെയും 15 ദിവസത്തെ പേയ്മെന്റ്. ക്ലിയർ ആവുന്നോ? അപ്പൊ ഇവിടെ കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അത് ഒരുമിച്ച് പറഞ്ഞിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാമേ. അവർ ഓരോ പൂർത്തിയാക്കിയ ഓരോ വർഷത്തിലെയും 15 ദിവസത്തെ പേയ്മെന്റ് ആണ് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക, ഗ്രാറ്റുവിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും മനസ്സിലായല്ലോ? എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10 എംപ്ലോയീസിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിയമം അവിടെ പ്രയോഗത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ ക്യാൻ ബി അപ്ലൈ ടു 5 year സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ഗ്രാറ്റുവിറ്റിക്ക് ഒരു പേഴ്സണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് പൂർത്തിയാക്കിയിരിക്കണം.
ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു പേഴ്സൺ 5 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സർവീസ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നോ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 ഇയർ ഇൻ കേസ് ഓഫ് ഡെത്ത്. ഇപ്പൊ ജോലിയിൽ പ്രവേശിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെടുന്ന ആളുകളില്ലേ, മരണപ്പെട്ടു പോകുന്ന ആളുകളില്ലേ, അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോ 5 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടാവണം ഇല്ല. അതേസമയം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 വർഷത്തെ കാലാവധിയാണ് പറയുന്നത്. മനസ്സിലാവുന്നോ? 1 വർഷം അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സർവീസ് പൂർത്തിയാക്കിയിരിക്കണം. അതിനുശേഷം ചിലപ്പോ 5 വർഷം ആവുന്നതിന് മുൻപ് ചിലപ്പോ അവര് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ എത്ര 1 വർഷം പൂർത്തിയാക്കി നോക്കും. അതിനുശേഷം എത്ര വർഷം അവർ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ 4 വർഷമായിരിക്കും അവർ വർക്ക് ചെയ്തത്. അപ്പൊ 4 വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ ഓരോ 4 വർഷത്തെയും 15 ദിവസത്തെ പേയ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ ഒരാള് സർവീസിൽ കയറി, അവരൊരു 4 വർഷം കഴിഞ്ഞ് 5 വർഷം പൂർത്തിയായിട്ടില്ല, ഒരു 4 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആള് മരണപ്പെട്ടു. അപ്പൊ ആ മരണപ്പെട്ട കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ 5 വർഷം അല്ല നോക്കുന്നത്, 1 വർഷമെങ്കിലും അവര് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സർവീസ് പൂർത്തിയാക്കിയോ എന്നാണ് അവിടെ നോക്കുക. അപ്പൊ അവര് 1 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്, 2, 3, 4 വർഷവും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ ഒരു മാനദണ്ഡം ഓക്കെ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് എത്ര വർഷം അവര് പൂർണ്ണമായിട്ടും ഓരോ വർഷവും അവർ എത്ര എണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു 4 വർഷം അവർ കംപ്ലീറ്റ് ആയിട്ട് അവിടെ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർത്തിയാക്കി 4 വർഷമാണല്ലോ, ആ 4 വർഷത്തെയും ഓരോ വർഷത്തെ 15 ദിവസത്തെ പേയ്മെന്റ്. മനസ്സിലായോ? ഓരോ വർഷവും ഒരു 15 ദിവസത്തെ പേയ്മെന്റ് അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം ഒരു സൂപ്പർവാനുവേഷൻ അല്ലെങ്കിൽ വിരമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവര് 5 വർഷത്തെയാണ് അവരുടെ മിനിമം കാലാവധി എന്ന് പറയുന്നത്. 5 വർഷമെങ്കിലും അവര് കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസ് പൂർത്തിയാക്കിയിരിക്കണം. അത് ഒന്നാമത്തെ മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ചിലപ്പോൾ അവർ 15 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 20 വർഷം ജോലി ചെയ്തവരുണ്ടാവാം. അത്തരത്തിൽ അവർ എത്ര വർഷമാണോ പൂർത്തിയാക്കിയിരിക്കുന്നത് അതിൽ ഓരോ വർഷത്തെയും സർവീസുകളുടെ ഒരു 15 ദിവസത്തെ പേയ്മെന്റ് ആണ് നമ്മൾ എന്ത് ഗ്രാറ്റുവിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നൽകുക. ക്ലിയർ ആയോ? ഇവിടെ നിന്ന് ചോദിക്കാവുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അതിന്റെ വർഷം ചോദിക്കാം. അതുപോലെ തന്നെ എത്ര ദിവസത്തെ പേയ്മെന്റ് ആണ് ഇവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് നൽകുന്നത്. ഓരോ കംപ്ലീറ്റ് ചെയ്ത ഓരോ ഇയർ ഓഫ് സർവീസിലും എത്ര ദിവസത്തെ പേയ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ വർഷത്തെയും എത്ര ദിവസത്തെ പേയ്മെന്റാ? ഓരോ മാസത്തെ അല്ലാട്ടോ, ഒരു വർഷത്തെയാണ് പറയുന്നത്. ഒരു വർഷത്തിലെ 15 ദിവസത്തെ സാലറി. മനസ്സിലായല്ലോ? ഒരു വർഷത്തിലെ 15 ദിവസത്തെ പേയ്മെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര എംപ്ലോയീസ് എങ്കിലും വേണം? എത്ര എംപ്ലോയീസ് വേണം? 10-ൽ കൂടുതൽ എംപ്ലോയീസ് അല്ലെ? 10-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രായോഗികമാക്കാവുന്നതാണ്. അതുപോലെ ഒരു വർക്കറാണ്, ഒരു വിരമിക്കലാണെങ്കിൽ അവിടെ എത്ര വർഷം പൂർത്തിയാക്കിയിരിക്കണം എന്നാ പറയുന്നത്. റിട്ടയർമെന്റ് ആണെങ്കിൽ 5 വർഷം. ഇത് ചോദിക്കാറുണ്ട്, മാറിപ്പോവരുത് കേട്ടോ. 1 വർഷം എന്ന് പറയുന്നത് ആരുടെ കേസിലാണ്? 1 വർഷം എന്ന് പറയുന്നത് ആരുടെ കേസിലാണ്? എങ്ങനെയുള്ള കേസിലാണ് നമ്മൾ 1 വർഷം എന്ന് പറയുന്നത്? ഡെത്ത് കേസ് അല്ലെ? ഡെത്ത് കേസിലാണ് നമ്മൾ 1 വർഷം പറയുന്നത്. അല്ലാത്ത വർഷം 5 വർഷമാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഓപ്ഷനിൽ 5 ഉണ്ടാവും, 1 ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് മാറിപ്പോവരുത്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ പറയുന്ന 15 days നോക്കണം, 5 yearsന്റെ നോക്കണം, 1 yearന്റെ നോക്കണം. ക്ലിയർ ആണോ? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ അത് വേഗം വായിച്ചു നോക്കി. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വായിച്ചു കഴിഞ്ഞവർ എന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ്
പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. ഇപ്പൊ വേജസ്, വേതന നിയമം, നമ്മൾ മിനിമം വേജസ് ആക്ട് പഠിച്ചു. അതല്ലാതെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 1936 രൂപീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ വന്നിരിക്കുന്ന ആക്ട് ആണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഇതില് ഈ ഒരു നിയമത്തില് സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് that shows all details, അതായത് ഒരു തൊഴിലാളിയുടെ വേതനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു നിയമമാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് എന്ന് പറയുന്നത്. ഇതില് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പണിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് തൊഴിൽ ചെയ്ത് സമ്പാദിച്ചിട്ടുള്ളത്, ആ സമ്പാദിച്ച തുക നമുക്കൊരു സമയബന്ധിതമായ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വേജ് അല്ലെങ്കിൽ ആ ഒരു വേതനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഈ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കറിയാം മിക്ക സ്ഥാപനങ്ങളിലും എപ്പോഴാണ് നമുക്ക് സാലറി, ഒരു മാസത്തില് എപ്പോഴാണ് നമുക്ക് സാലറി കിട്ടുക? എപ്പോഴാണ് നമുക്ക് സാലറി കിട്ടുക? എപ്പോഴാണ് സാലറി കിട്ടുന്നത്? അവർക്ക് തോന്നുന്ന സമയത്താണോ തരിക? ആണോ? ഓരോ മാസവും അവർക്ക് ഇഷ്ടമുള്ള സമയത്താണോ? അവിടുത്തെ തൊഴിലുടമകൾക്ക് ഇഷ്ടമുള്ള സമയത്താണോ തരുന്നത്? അതെ, ഇത് 10-നകത്തല്ല ശരിക്കും തരേണ്ടത്. ആദ്യത്തെ ആ ഒരു 7 ഡേയ്സിലാണ് കേട്ടോ. അപ്പൊ ഈ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. അടുത്ത പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണേ. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. മാസത്തിലെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ. മനസ്സിലാവുന്നോ? മാസത്തിലെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ സമ്പാദിച്ച അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് ഏൺ ചെയ്തിട്ടുള്ള ആ ഒരു വേജസ് നമുക്ക് ലഭ്യമാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഈ ഒരു നിയമത്തിന് കീഴിലാണ് ഇത്ര സമയത്തിനുള്ളിൽ വളരെ സമയബന്ധിതമായി തന്നെ അവർ എത്രത്തോളം തൊഴിൽ ചെയ്തിട്ടുണ്ടോ ആ ഒരു മാസം, കഴിഞ്ഞു പോയ മാസം അവർ ചെയ്ത പേയ്മെന്റ് അല്ലെങ്കിൽ അവർ ചെയ്ത ജോലിക്കുള്ള വേജസ് എത്രയാണോ അത് പിറ്റേ മാസത്തിലെ ആദ്യത്തെ ഫസ്റ്റ് 7 ഡേയ്സിനുള്ളിൽ തന്നെ അവർക്ക് അതിനുള്ള ആ ഒരു വേതനം നൽകണമെന്ന് പറയുന്ന അത്തരത്തില് നമ്മുടെ ആ ഒരു എംപ്ലോയീസിന്റെ വേജസുമായിട്ട് വേതനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്രസ്താവനകളും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു നിയമമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അത് മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി. ചോദിക്കാറുണ്ട് കേട്ടോ, ഏത് ദിവസത്തിലെ മാസത്തിലെ ആദ്യത്തെ 7 ദിവസമാണോ അതോ 10 ദിവസത്തിനുള്ളിലാണോ അല്ലെങ്കിൽ 10 ദിവസം ആദ്യത്തെ 10 ദിവസമാണോ ആദ്യത്തെ 7 ദിവസമാണോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ 7 ദിവസമാണോ? അങ്ങനെ ഓപ്ഷൻ വരാട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആൻസർ വരേണ്ടത്? വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ എത്ര ദിവസത്തിനുള്ളിൽ? 7 ദിവസം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ അവസാനത്തെ 7 ദിവസമാണോ ആദ്യത്തെ 7 ദിവസമാണോ? അത് നോക്കണം കേട്ടോ. ഫസ്റ്റ് 7 ഡേയ്സ് ആണ്, അത് മാറിപ്പോവരുത് കേട്ടോ. ഓപ്ഷനിൽ ചിലപ്പോൾ ലാസ്റ്റ് 7 ഡേയ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഫസ്റ്റ് 14 ഡേയ്സ് ഉണ്ടാവും. അങ്ങനെ പല ഓപ്ഷനും കാണാം കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് 7 ഡേയ്സ് അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഫസ്റ്റ് 7 ഡേയ്സിനുള്ളിൽ തന്നെ ആ മാസത്തിലെ ഫസ്റ്റ് 7 ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രതിഫലം വളരെ സമയബന്ധിതമായിട്ടുണ്ട്, വളരെ ടൈംലി മാനറിൽ തന്നെ ലഭിക്കുക എന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു നിയമം കൂടിയാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. രണ്ടാമത്തെ ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്യണേ, ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഫസ്റ്റ് 7 ഡേയ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Then അടുത്തത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 1948. ESI ആക്ട് എന്ന് കൂടി ഷോർട്ട് ചെയ്ത് പറയാറുണ്ട്. ESI ആക്ട്. ESI കേട്ടിട്ടില്ലേ? ESI ബെനിഫിറ്റ്സ് കിട്ടുന്നത് കേട്ടിട്ടില്ലേ? എന്താണ് എംപ്ലോയീസിന് ESI സേവനങ്ങൾ ഉള്ളത്? PF പോലെ തന്നെ ESI ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അതിൻ്റെതായ ESI ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, ഇല്ലേ?
അതെ, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടല്ലേ. നോക്കിയേ, ഇറ്റ്സ് എ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ. അവർക്ക് ഒരു സാമൂഹ്യ ആരോഗ്യ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ ഒരു മെഷർ ആണ്, അല്ലെങ്കിൽ ആ ഒരു ആക്ട് ആണ് ഈ ഒരു ESA ആക്ട് എന്ന് പറയുന്നത്. ഇതിലൂടെ അവർക്ക് ഒരുപാട് മെഡിക്കൽ പരമായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ട്. ശരിയാണ് കേട്ടോ, ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ അവർക്ക് ഈ ഒരു ആക്ട് വഴി ലഭിക്കുന്നുണ്ട്, ഈ ഒരു ESA സൗകര്യം വഴി ലഭിക്കുന്നുണ്ട്. നോക്കിയേ, provide financial and medical benefits to industrial employees as a precaution against sickness, maternity and employment related injury. അപ്പോൾ ഒരു ESA ഉണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എന്താണ്, നമ്മുടെ ഈ ഒരു സ്കീം പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അപ്പൊ എംപ്ലോയി സ്റ്റേറ്റ് എന്താണ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മാനേജ് ചെയ്യുന്ന ഈ ഒരു ESA എന്ന് പറയുന്ന ഒരു സ്കീമിന്റെ ബേസിസിൽ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ, വൈദ്യപരമായിട്ടും മറ്റു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതിപ്പോ ഇത്തരത്തിലുള്ള ഒരു ESA ഉള്ള ആളുകൾക്കാണ് ഈസ് എ പ്രിക്കോഷൻ അല്ലെ, ഒരു മുൻകരുതലായിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ മെറ്റേണിറ്റി പ്രസവവുമായി ബന്ധപ്പെട്ട്, അതുപോലെ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറി അല്ലെ, നമ്മുടെ ആ ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പരിക്കുകളോ, അല്ലെങ്കിൽ അവർക്ക് മാത്രമല്ല അവരുടെ ഡിപ്പെൻഡൻസിനും കിട്ടും ഇല്ലേ, കിട്ടില്ലേ, അവരുടെ ആശ്രിതർക്കും കിട്ടുന്നില്ലേ, കിട്ടുന്നുണ്ടോ? വീട്ടില് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ അവിടെയുള്ള മറ്റവരുടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകൾക്കും കിട്ടില്ലേ ഈ സർവീസ്? കിട്ടും അല്ലെ. അപ്പൊ അത്തരത്തില് അവർക്കൊരു പ്രിക്കോഷൻ ആണ്. ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു അസുഖം വരുമോ, അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുമോ ചെയ്താൽ അതിനൊരു മുൻകരുതൽ പോലെ എംപ്ലോയീസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ആനുകൂല്യമാണ് ഈ പറയുന്ന ESA സ്കീം എന്നൊക്കെ പറയുന്നത്. സോ എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് ബിൽ. ആ എംപ്ലോയീസിന്റെ മൊത്തം വേജ് ബില്ലിലെ ഒരു 4% അവിടെ എംപ്ലോയീസ് അല്ലെങ്കിൽ തൊഴിലുടമകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എംപ്ലോയേഴ്സും എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഈക്വൽ എമൗണ്ടിൽ അല്ല എന്ന് മാത്രം. Then ESA is not applicable if hospitals are providing complete and free treatment to employees and dependents. ഇത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ESA not applicable, ബാധകമല്ലാത്ത കേസാണ് കേട്ടോ നമ്മൾ പറയുന്നത്. If hospitals are providing complete and free treatment to employees and dependents, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റല്, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, ആ ഹോസ്പിറ്റല് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ഫ്രീ ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള, പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ആ എംപ്ലോയീസിനും കൊടുക്കുന്നുണ്ട്, അവരുടെ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ആശ്രിതർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊരു അസുഖം വന്നാലും, എന്ത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വന്നാലും നമുക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആ ഹോസ്പിറ്റലിൽ തരാമെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പിന്നെ ഇത് ബാധകമാണോ? ഈ ഒരു നിങ്ങൾ പിന്നെ ബാധകമാവേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? അത്തരത്തില് ഫ്രീ ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ കൊടുക്കാത്ത സ്ഥാപനങ്ങൾക്ക് ESA വേണം. അതേസമയം ESA വേണ്ട നമുക്കിവിടെ. കാരണം എന്താ, ആ ഹോസ്പിറ്റലിൽ തന്നെ അവരുടെ എംപ്ലോയീസിനും അവരുടെ ഡിപ്പെൻഡൻസിനും ആവശ്യമായ പൂർണ്ണമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ അത്തരം സ്ഥാപനങ്ങളില് ഇത് എന്തില്ല, ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ ബാധകമല്ല. ക്ലിയർ ആണല്ലോ? അത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും വരെ. നെക്സ്റ്റ് പോയിന്റ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് ആക്ടുകളാണ് കേട്ടോ. നമ്മൾ ജനറൽ ആക്ട് പറഞ്ഞില്ലേ, അതുപോലെ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ആക്ടുകൾ ഹെഡിങ് ആണ് അത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അത് അടുത്തതിന്റെ ഇനി പഠിക്കാൻ പോകുന്ന ആക്ടുകളുടെ ഹെഡിങ് ആയിട്ടാണ് വരുന്നത്. അത് ഇതിന്റെ കൂടെ പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്നുള്ളൂ കേട്ടോ. അലൈൻമെന്റുകൾ ചെറുതായിട്ട് മാറിക്കിടക്കുന്നതിന്റെയാണ്. അപ്പോ ഇത്രയും വരെ നമ്മുടെ ESA ആക്ട് ആണ്. അപ്പൊ ESA ആക്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ്. അത് സ്ഥാപിതമായ വർഷം നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഇത് എന്ത് ഒരു ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ് ആണ് അവിടുത്തെ ഇൻഡസ്ട്രിയൽ എംപ്ലോയീസിന് കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട് പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് സിക്നസ്, മെറ്റേണിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറിക്ക് ഇതിനായിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ESA is not applicable. എപ്പോഴൊക്കെയാണ്, ആർക്കൊക്കെയാണ് ബാധകമല്ലാത്തത്? If hospitals are providing complete and free treatment to employees and dependents. എംപ്ലോയീസിനും അവരുടെ ആശ്രിതർക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ, അത്തരം ഹോസ്പിറ്റലുകളിൽ ഇത് നിയമം ബാധകമല്ല. വേഗം ഒന്ന് വായിച്ചു നോക്കി ESA ആക്ട്.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓ ശരി. അപ്പോ നമ്മള് ഇത്രയും പറഞ്ഞത് ജനറൽ ആക്ടുകളാണ്. ജനറൽ ആക്ടുകളുടെ ഇപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, മിനിമം വേജസ് ആക്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഇത്രയും ജനറൽ ആക്ടുകളാണ് പഠിച്ചത്. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകളെ കുറിച്ച്. ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ ഓരോന്നും പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 സ്ഥാപിതമായിട്ടുള്ള നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ടുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ആക്ടുകളാണ് കേട്ടോ. അടുത്തത് നമ്മൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് പഠിക്കുന്നുണ്ട്, ഫാർമസി ആക്ട് പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ടുകൾ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയില് ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകൃതമായത് ഈ ഒരു നിയമത്തിന്റെ കീഴിലാണ്. നമുക്കറിയാലോ ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കൗൺസിൽ ഉണ്ട് ഇല്ലേ? മെഡിക്കൽ കൗൺസിൽ ഉണ്ടോ? അവരല്ലേ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു മെഡിക്കൽ കൗൺസിലിന്റെ ഇന്ത്യയില് ഉണ്ടോ? അതിന്റെ ഓരോരോ സ്റ്റേറ്റിലും അതിന്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഉണ്ടോ? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ ഉണ്ട്. മനസ്സിലാവുന്നോ? അപ്പൊ ഇന്ത്യയില് ഒരു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിൽ വരാനായിട്ട് കാരണമായ ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു കൗൺസിലിന് കീഴില് ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തു പോവണം എന്ന് അനുശാസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തു പോവാനായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു നിയമം കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഇത്ര മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. ആ ഒരു മെഡിക്കൽ കൗൺസിലിന് കീഴിലാണ് നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ പരമായ എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ മെഡിക്കൽ MBBS കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളില്ലേ? ഉണ്ടോ? ഉണ്ടോ? മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥാപിക്കുക, അത്തരത്തില് നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുതിയ പുതിയ സ്ഥാപനങ്ങള് വരുന്നുണ്ടെങ്കിൽ അതിന് അംഗീകാരം കൊടുക്കുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അത്രയും ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയാറുണ്ട്. രണ്ട് രീതിയിലും പറയാറുണ്ട്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ MBBS പോലെയുള്ള കാര്യങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം? അത് ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും മെഡിക്കൽ പ്രൊഫഷനുള്ള ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്യണമെന്നറിയാലോ? അതറിയില്ലേ? ഡോക്ടേഴ്സ് അതിൻ്റെതായിട്ടുള്ള ഈ ഒരു കൗൺസിലിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നറിയാലോ? അറിയോ? രജിസ്റ്റർ ചെയ്യാത്ത ഡോക്ടേഴ്സിന് നമ്മുടെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ഈ ഒരു നിയമത്തിന് കീഴിൽ പറയുന്ന കാര്യമുണ്ട്. ജസ്റ്റ് ആ നിയമം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനിലുള്ള മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത്തരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം? ഈ കൗൺസിലിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ അത്തരത്തില് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഡോക്ടേഴ്സിനും നമ്മുടെ നാട്ടില് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് റെയ്ഡ് വരാറില്ലേ? നിങ്ങൾ കാണാറില്ലേ പേപ്പറിലൊക്കെ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരാറില്ലേ? വ്യാജ ഡോക്ടേഴ്സിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരാറില്ലേ?
വെറുതെ എന്താണ് വെറുതെ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരെ പിടിച്ചു അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കേസുകളൊക്കെ കാണാറില്ലേ? വ്യാജമായിട്ടുള്ള രീതിയിൽ അവർ പ്രാക്ടീസ് നടത്തിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് തടയുന്ന ഒരു നിയമം കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ആക്ട്. ഈ നിയമത്തിന് കീഴിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. ഒരു മെഡിക്കൽ കൗൺസിൽ വേണം. അത്തരത്തിലൊരു മെഡിക്കൽ കൗൺസിൽ ഈ നിയമത്തിന് കീഴിൽ സ്ഥാപിതമാണ്. ഈ മെഡിക്കൽ കൗൺസിലിന് കീഴിലായിരിക്കണം എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെയും കോഡ് ഓഫ് എത്തിക്സ് ആയിക്കോട്ടെ, അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രജിസ്റ്ററുകൾ അതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ് ഈ ഒരു നിയമം. മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ ഇത്തരം നിയമത്തിന് കീഴിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ കൗൺസിലില്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് പോലും നമ്മുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അനുവാദം ഉണ്ടായിരിക്കില്ല. ആ അനുവാദമില്ല. അതുപോലെ തന്നെ അത്തരം പ്രാക്ടീസ് നടത്തുന്നതിനെ അതിനെ തടയുന്ന ഒരു നിയമം കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ആക്ട്. ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് കീഴിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഓരോ സ്റ്റേറ്റിലെയും അതായത് ഈ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ ഉണ്ടാവും. മനസ്സിലായോ? ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. അതിന് കീഴിൽ നമ്മുടെ ഓരോ സ്റ്റേറ്റിലെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളുണ്ട്. ഇത്രയും ഓക്കെ ആണോ? ഈ മാത്രമേ മിസ് അത് പറയുള്ളൂ. അതല്ലാതെ ആദ്യമേ അത് പറഞ്ഞ് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ക്ലിയർ ആണോ അത്? ഓക്കെ. അപ്പൊ നോക്കിയേ, that lay down the code of ethics for medical practitioners and control medical education. അപ്പൊ ഈ ഒരു നിയമം പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസുമായി ബന്ധപ്പെട്ട് ആ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ധാർമ്മിക ചിട്ട അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് medical council established under the act have the same function in their respective states. മനസ്സിലായോ? ഇപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഉണ്ട്. അതിന് കീഴിലായിട്ട് ഓരോ സ്റ്റേറ്റിലെയും ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അതാത് സ്റ്റേറ്റുകളില് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളും ഈ ഒരു നിയമത്തിന് കീഴിൽ സ്ഥാപിതമായിട്ടുണ്ട്. Then recognition of teaching hospital are centrally controlled by IMC. IMC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടെ. IMC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ഇത്തരത്തില് പുതിയതായിട്ടുള്ള ഹോസ്പിറ്റലില് ഇത്തരത്തിൽ ഇപ്പൊ മെഡിക്കൽ കോളേജുകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും ടീച്ചിങ് ഉണ്ട് അല്ലെ? ഇല്ലേ? എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. പ്രൊഫഷനുള്ള പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷനുള്ള ആളുകൾക്ക് ഇല്ലേ? കൊടുക്കുന്നില്ലേ? പല പ്രൊഫഷനുള്ള ആളുകൾക്ക് എന്താണ് പഠനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസും ടീച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഹോസ്പിറ്റലിലൊക്കെ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കൊടുക്കുന്നതും അത്തരം സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും അതിന്റെ മാനേജ്മെന്റും പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലാണ്. അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലുകളെ രജിസ്റ്റർ ചെയ്ത് അവരുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ അത്തരം സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 മനസ്സിലായോ? എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ക്ലിയർ ആയോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ശരി. ഓക്കെ ശരി. സോ നെക്സ്റ്റ് അടുത്തയിലേക്ക് പോവാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് നമ്മൾ ആക്ട് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് ഉണ്ട്. അതായത് ഇന്ത്യയിലെ ഒരു നഴ്സിംഗ് കൗൺസിൽ, മെഡിക്കൽ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ സ്ഥാപിതമാവാനായിട്ട് കാരണമായിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത്. ഇനി എന്തിനായിരിക്കും അപ്പൊ ഇതിൽ നിന്ന് തന്നെ പഠിക്കാമല്ലോ അല്ലെ?
നമ്മുടെ ഇന്ത്യയിലെ നഴ്സിംഗുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു യൂണിഫോമിറ്റി നിലനിർത്താനും ആ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ആ നഴ്സസിന്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കാനും അവരുടെ രജിസ്ട്രേഷനും മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് അല്ലെ. അപ്പൊ നഴ്സസിനും ഇതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? രജിസ്ട്രേഷൻ ഇല്ലേ അവർക്കും? ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ അവരുടെ നഴ്സസുമായി ബന്ധപ്പെട്ട അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ, അതുപോലെ ആ ഒരു നഴ്സിംഗ് എഡ്യൂക്കേഷന്റെ ആ ഒരു യൂണിഫോമിറ്റി, ഒരുപോലെ യൂണിഫോം ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, അവരുടെ മറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയില് ഒരു നഴ്സിംഗ് കൗൺസില് രൂപീകൃതമാവാനായിട്ട് കാരണമായ നിയമവും എന്ത് തന്നെയാണ്? ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് ആണ്. അപ്പൊ ഇതിന് കീഴില് പറയുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട യൂണിഫോമിറ്റിയും സ്റ്റാൻഡേർഡ്സും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൂടിയാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 എന്ന് പറയുന്നത്. ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് ദ നഴ്സസ്. അവരുടെ നഴ്സിംഗ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ രൂപീകരിക്കുക, അത് നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ നഴ്സസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ദ ഫാർമസി ആക്ട് 1948. ഫാർമസി ആക്ട് 1948. ഇനി നോക്കി, ഈ ഫാർമസി ആക്ട് അപ്പൊ എന്തിനായിരിക്കും? ഇന്ത്യയിൽ ഇതുപോലെ തന്നെ ഒരു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് അല്ലേ? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. നമുക്കറിയാം ഈ ഫാർമസിയുമായി ബന്ധപ്പെട്ട് അവിടെ ഫാർമസിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്കും ഇതുപോലെ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണ്ടേ? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ രജിസ്റ്റർ ചെയ്യണ്ടേ? അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലുകളിലാവാം. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ ഫാർമസിയിലൊക്കെ പോവാറില്ലേ? പോവാറുണ്ടോ? മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി ഫാർമസി പോവാറില്ലേ? ഫാർമസിയുടെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആരുടെ പേരിലാണ് ആ രജിസ്ട്രേഷൻ ഉള്ളത്? കണ്ടിട്ടുണ്ടോ? ഫാർമസിസ്റ്റ്, ഏത് ഫാർമസിസ്റ്റിന്റെ പേരിലാണ് ആ ഒരു ഫാർമസി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചില ഹോസ്പിറ്റലുകൾ എഴുതി വെക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പുറമേ ഇടുന്ന മെഡിക്കൽ ഷോപ്പുകൾ അല്ലെങ്കിൽ ഡ്രഗ് സ്റ്റോറുകളൊക്കെ ഉണ്ടല്ലോ, അത്തരം ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ പേരിലേ കിട്ടുള്ളൂ. അതറിയാലോ അല്ലെ? ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന്റെ പേരിലാണ് ആ ലൈസൻസ് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ലൈസൻസ് കിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകള് ഈ ഒരു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത്തരത്തില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഫാർമസി അല്ലെങ്കിൽ ഡ്രഗ് സ്റ്റോറുകളൊക്കെ തുടങ്ങാനുള്ള ലൈസൻസുകൾ ലഭ്യമായി കിട്ടും. അപ്പൊ നോക്കി, ഈ ഒരു ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിലവിൽ വരാനായിട്ട് കാരണമായ നിയമമാണ് ദ ഫാർമസി ആക്ട് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ ഫാർമസി എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിലനിർത്തുക, അതിന്റെ ആ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥാപിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ദ ഫാർമസി ആക്ട് 1948 എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം. ഡീൽ വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് പ്രൊഫഷൻസ് ഓഫ്
ഫാർമസിസ്റ്റ്. അപ്പൊ അവിടെ ഫാർമസിയുടെയും ഡ്രഗ് സ്റ്റോറുകളുടെയൊക്കെ സ്ഥാപനം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ആക്ടിന് കീഴിലാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു നിയമത്തിന് കീഴിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. Then a hospital has to attain a drug license if it sells drugs across the counter. ആ ഒരു ഹോസ്പിറ്റൽ ഒരു കൗണ്ടറിലൂടെ ആ ഫാർമസിയിലൂടെ നമുക്ക് ഡ്രഗ് എന്താണ് സെല്ല് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് വിതരണം ചെയ്യണമെങ്കിൽ ആ ഒരു ഡ്രഗ് സ്റ്റോറിന് അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിന് എന്ത് വേണം? ഡ്രഗ് ലൈസൻസ് വേണം. വേണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡ്രഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ മരുന്ന് വിതരണം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രഗ് ലൈസൻസ് ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ? ഈ ഡ്രഗ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ പേരിൽ മാത്രമേ ഈ ലൈസൻസുകൾ അനുവദിച്ച് നൽകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും മറ്റ് ഡ്രഗ് സ്റ്റോറുകളിലാണെങ്കിലും ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ പേരിലായിരിക്കും അവർ ആ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടാവും. മനസ്സിലാകുന്നോ? ഈ ഒരു നിയമം എന്തിനൊക്കെ വേണ്ടിയാ? ഫാർമസി, ഡ്രഗ് സ്റ്റോർ മുതലായവയുടെ സ്ഥാപനങ്ങളോ അത്തരം സ്ഥാപനങ്ങളുടെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ചോദിക്കാനുള്ളതാണ് ഇത്. ഏതാണ് ഫാർമസി അതുപോലെ ഡ്രഗ് സ്റ്റോറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമം എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ ആണ് കേട്ടോ, നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടിലെ ലാസ്റ്റ് വൺ ആണ് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. ഇതില് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് മാരേജ് എത്ര ഇമ്പോർട്ടന്റ് അല്ല, അല്ലെങ്കിൽ ഒരൊറ്റ നിയമമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ളത്? ഏതാ? ബർത്ത് ആൻഡ് ഡെത്ത് അല്ലെ? മരണവും ജനനവും. ശരിയല്ലേ? ഈ രണ്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു നിയമം. മാരേജിന്റെ കാര്യം നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ആ ഒരു നിയമം ഒരുമിച്ചുള്ള ഒരു നിയമമാണ്. അപ്പൊ നോക്കിയേ ഫോമില് ഇപ്പൊ ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് ആക്ട് അല്ലെങ്കിൽ ബർത്ത് ആൻഡ് ഡെത്തുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലും ഒരു ബർത്ത് നടന്നാലോ അല്ലെങ്കിൽ ഡെത്ത് നടന്നാലോ അവരെന്ത് ചെയ്യണം? ബന്ധപ്പെട്ട അധികാരികളെ ഉടനെ അറിയിക്കണം അല്ലെ? അറിയിപ്പ് നൽകണം. വേണ്ടേ? പുറമെ എവിടെയും നടന്നതല്ല. ഹോസ്പിറ്റലിനുള്ളിൽ ഒരു ബർത്തോ ഡെത്തോ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ. ഇപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഹോസ്പിറ്റലുകാരല്ലേ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇൻഫോം ചെയ്യുന്നത് അല്ലെ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഓൺലൈനായിട്ട് സേവനങ്ങൾ വഴി നമ്മള് ബർത്ത് സർട്ടിഫിക്കറ്റ് അക്ഷയൊക്കെ വഴി നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യുക അല്ലെ? അല്ലേ? അല്ലാതെ നമ്മുടെ മുഖേന അല്ലല്ലോ. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലുകാരാണ് അത് ഇൻഫോം ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു നിയമത്തിന് കീഴിൽ പറയുന്നത് ഇതൊരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. ഓക്കെ. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ കൺസേണിംഗ് ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ ഒരു ബർത്തോ ഡെത്തോ ഹോസ്പിറ്റലിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്താണ് അത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആരിലേക്ക് രൂപപ്പെടുത്തിയിരിക്കുന്നു ഈ നിയമത്തിലൂടെ? ആരിലേക്കാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നേ? ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ to concerning informing birth and death in hospital. ഹോസ്പിറ്റലിൽ ഒരു ബർത്തോ ഡെത്തോ നടന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഹോസ്പിറ്റലുകാരുടെ ഉത്തരവാദിത്തമാണ് അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നുള്ളത്. And this should be notified immediately to the local municipal authority and registrar office. അതൊക്കെയാണ് അവർ അറിയിക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബർത്തോ ഡെത്തോ നടന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോക്കൽ മുനിസിപ്പൽ, അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി അതുപോലെ തന്നെ രജിസ്ട്രാർ
രജിസ്ട്രാർസ് ഓഫീസിലേക്ക് ഇവരത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകേണ്ടതായിട്ടുണ്ട്. സോ അത്തരത്തില് ഈ ഒരു അറിയിപ്പ് നൽകേണ്ടത് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഒരു മരണമോ ജനനമോ നടന്നാൽ ഉടനെ തന്നെ ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റിക്കും അതുപോലെ തന്നെ രജിസ്ട്രാർസ് ഓഫീസിലും അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത് ഒരു ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് എന്ന് രൂപപ്പെടുത്തുന്ന ഒരു നിയമമാണ് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയാൽ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ടോ, എവിടെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ അറിയിക്കേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അവിടെ വരെ ഓക്കെ ആണോ? ശരി, അപ്പൊ നമ്മള് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്. അപ്പൊ ജനറൽ ആക്ട് കഴിഞ്ഞു, മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടും കഴിഞ്ഞു അല്ലെ. മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടില് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്, ദ ഫാർമസി ആക്ട്, ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ ആണ് ലോ ഓഫ് ടോർട്ട്സ്. ലോ ഓഫ് ടോർട്ടില് ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞാൽ ടോർട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാവും. അപ്പൊ ഈ ഒരു ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞാല് ആദ്യം ടോർട്ടിനെ കുറിച്ചുള്ള ആ വേർഡിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം. നിങ്ങൾ സിംഗിൾ ആയിട്ട് അത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ലോ ഓഫ് ടോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. ആ പേര് കേട്ടൊന്നും പേടിക്കണ്ട കേട്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. ടോർട്ട് എന്ന് പറഞ്ഞാൽ wrongful ആയിട്ടുള്ള ആക്ടുകളാണ്. മനസ്സിലായോ? തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ടോർട്ട് എന്ന്. അതായത് ഒരു വ്യക്തിക്ക് ഹാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളെയാണ് ടോർട്ട് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ടോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിവിൽ തെറ്റാണ്, സിവിൽ റോങ് ആണ്. മനസ്സിലാവുന്നോ? ഒരു സിവിൽ തെറ്റാണ്. അതായത് മറ്റൊരു വ്യക്തിക്ക് ദോഷം വരുത്തുന്നതോ അല്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള അവർക്ക് ഇതിനെ എന്തെങ്കിലും ഹാമോ ലോസോ ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ ചെയ്യുന്ന തെറ്റായിട്ടുള്ള ഒരു റോങ് ആക്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ടോർട്ട് എന്ന് പറയുന്നത്. അത് മനസ്സിലായോ നിങ്ങൾക്ക്? ടോർട്ട് എന്താന്നുള്ളത് മനസ്സിലായോ? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മതി. അതിനുശേഷം പറയുമ്പോഴാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടോർട്ട് എന്താണെന്ന് മനസ്സിലായോ? ഒരു wrongful ആക്ട് ആണ്, തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനം. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഹാം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനമാണ് ടോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോ ഓഫ് ടോർട്ട് എന്തായിരിക്കും? അപ്പോ ഇതൊരു ബോഡി ഓഫ് സിവിൽ ലോ ആണ് കേട്ടോ. ഇതെന്താണ്? ഈ ടോർട്ടുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഒരു വ്യക്തിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഹാമോ അല്ലെങ്കിൽ ലോസോ ഉണ്ടാക്കുന്ന ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമമല്ലേ? അല്ലേ? അപ്പൊ ഈ നിയമത്തിലൂടെ എന്താണ് ശരിക്കും നൽകുന്നത്? എന്തായിരിക്കും? ഒരു റെമഡിയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് ഒരു ഹാം ഉണ്ടായി, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് ഒരു ഹാം ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ച കാര്യം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അതിനൊരു പരിഹാരമല്ലേ നമുക്ക് ഈ നിയമത്തിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ? ശരിയല്ലേ? ഒരു റെമഡി അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു നിയമത്തിലൂടെ ഇത്തരം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു റെമഡിയാണ് നിയമത്തിലൂടെ നമ്മൾ കൊടുക്കുന്നത്. എന്ത് റെമഡി ആയിരിക്കും? ഇൻ ദ ഫോം ഓഫ് മോണിറ്ററി കോമ്പൻസേഷൻ. മനസ്സിലാവുന്നോ? പണപരമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ നൽകിക്കൊണ്ടുള്ള ആ രീതിയിലുള്ള ഒരു റെമഡിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു വ്യക്തിക്കെതിരായിട്ട് ടോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു തെറ്റായ രീതിയിലുള്ള എന്തെങ്കിലും പരാമർശങ്ങളാവാം,
അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാവാം, അവർക്ക് എന്തെങ്കിലും പരിധികൾ പറ്റുന്നതാവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതാവാം. അങ്ങനെ ഒരു വ്യക്തിക്കെതിരായിട്ട് മറ്റൊരു വ്യക്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ടോർട്ടാണ്. അപ്പൊ അതിനെതിരെ ആ വ്യക്തിക്ക് എന്തെങ്കിലും എനിക്കെതിരെയാണ് ഒരാള് വളരെ മോശമായ രീതിയിൽ നമ്മളോട് പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ അവന്റെ വഴി എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്യുമെന്ന് വിചാരിക്കാം. ഉടനെ ഞാൻ എന്ത് ചെയ്യും? കേസ് കൊടുക്കാം, അല്ലെ? നമുക്ക് കേസ് കൊടുത്തൂടെ? ആ വ്യക്തിക്കെതിരെ കേസ് കൊടുത്തൂടെ? കൊടുക്കാൻ പറ്റുമോ? സോ അത്തരത്തില് നമുക്ക് എന്തെങ്കിലും നമ്മൾക്കെതിരെ എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങളോ നമുക്ക് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഒരു വ്യക്തിയിൽ നിന്ന് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വ്യക്തിക്കെതിരെ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ടോർട്ട് എന്താണെന്നുള്ളത് മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്താൽ ഈ ലോ ഓഫ് ടോർട്ട് അല്ലെങ്കിൽ ഈ നിയമത്തിന് കീഴില്, ലോ ഓഫ് ടോർട്ട് എന്ന് പറയുന്ന നിയമത്തിന് കീഴില് നമുക്കൊരു റെമഡി അല്ലെങ്കിൽ ഒരു പരിഹാരം കിട്ടുന്നത് എന്താ? നമുക്ക് എന്ത് നാശനഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത് അതിന് പകരമായിട്ടുള്ള മോണിറ്ററി കോമ്പൻസേഷൻ, പണപരമായ ഒരു കോമ്പൻസേഷൻ ആണ് നമുക്ക് ലഭിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നമ്മുടെതിരെ ഒരു തെറ്റായ ആരോപണം നടത്തി അല്ലെങ്കിൽ നമുക്കൊരു നാശനഷ്ടം ഉണ്ടായി, നഷ്ടമായി പോയി, അല്ലെ? അപ്പൊ അതിന് പകരം നമുക്കൊരു മോണിറ്ററി കോമ്പൻസേഷൻ, ഒരു സിവിൽ തെറ്റാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു റെമഡിയാണ് നമുക്ക് മോണിറ്ററി കോമ്പൻസേഷൻ രീതിയിലുള്ളൊരു റെമഡിയാണ് നമുക്ക് ഈ നിയമത്തിലൂടെ കിട്ടുന്നത്. ഒരു ഏകദേശ ഐഡിയ കിട്ടിയോ? ഇനി നമുക്ക് എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, നോക്കി. അപ്പൊ ആ ഒരു പേര് കേട്ടുകൊണ്ട് ഒരുപാട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. The word tort is derived from the Latin word tortus, which means twisted or crooked. ഈ വേർഡ് ചോദിക്കാറുണ്ട്. ആ ഒരു ലോ ഓഫ് ടോർട്ട്, അതായത് ആ വേർഡിലെ ടോർട്ട് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ചോദിക്കാറുണ്ട്. ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാ? ടോർട്ടസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു വേർഡിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ്സ് ആണ് കേട്ടോ. എന്താണ് ഈ ഒരു വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ്. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ടേ. ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ് ഇത് ചോദിക്കാറുള്ളതാണ്. ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ് എന്താണ്? വളച്ചൊടിച്ച അല്ലെങ്കിൽ വളഞ്ഞ എന്നൊരു അർത്ഥമാണ് കേട്ടോ പറയുന്നത്. വളച്ചൊടിച്ച അല്ലെങ്കിൽ വളഞ്ഞ എന്നൊരു അർത്ഥമാണ് ഈ ഒരു വേർഡിന് വരുന്നത്. അപ്പൊ ആ ഒരു ലാറ്റിൻ വേർഡ് ടോർട്ടസിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു വേർഡാണ് ടോർട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ടോർട്ട് എന്നാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി wrong, injury or damage is done to the person for which a civil suit can be brought. അതായത് ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ പരിക്കോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അതിനെതിരെ ഒരു സിവിൽ കേസ് എന്ത് ചെയ്യാം? ഫയൽ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അത് ആ ഒരു ലോ ഓഫ് ടോർട്ടിൽ എന്താണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്? വേർഡ് ടോർട്ട് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഈ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിന്റെ മീനിങ് എന്താണ്? ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ്, അല്ലെ? വളച്ചൊടിച്ച അല്ലെങ്കിൽ വളഞ്ഞ എന്നൊരു അർത്ഥമാണ് വരുന്നത്. അതിൽ നിന്നാണ് ഈ ഒരു അത്തരത്തിലുള്ള ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വേർഡ് ടോർട്ട് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ഇനി എന്താണ് ടോർട്ട് എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എനി wrong, injury or damage is done to the person for which a civil suit can be brought. ഒരു വ്യക്തിക്കെതിരെ അവർക്കെതിരെ എന്തെങ്കിലും തെറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളോ പരിക്കോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ എന്തെങ്കിലും സംഭവിച്ചാല് അതിനെതിരെ ആ വ്യക്തിക്ക് ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? അത് അവിടെ വരെ ഓക്കെയാണോ? അവിടെ വരെ ഓക്കെയാണോ? ഇനി നമ്മള് കുറച്ച് എക്സാമ്പിളുകളാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാമ്പിളുകളാണ് പറയുന്നത്. കുറച്ച് എക്സാമ്പിളുകൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എക്സാമ്പിളുകളാണ്. ഫസ്റ്റ് വൺ ആണ് ആക്ട് ഓഫ് wrongful commission unnecessary operations. അതായത് നമ്മളോട് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കെതിരെ ചെയ്യാം. അതാണ്, അത് എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ആക്ട് ഓഫ് wrongful commission or unnecessary operation എന്ന് പറഞ്ഞാല് നമുക്കെതിരെ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്ത് പ്രവർത്തനം ആയിക്കോട്ടെ, അനാവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്കെതിരെ ചെയ്യുക, അത് ടോർട്ടിൽ വരുന്നതാണ്. രണ്ടാമത്തത് ആക്ട് ഓഫ് ഒമിഷൻ.
ദാറ്റ് ഈസ് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റൈനിങ് കൺസെന്റ്. ഒരു ഹോസ്പിറ്റലില് ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോപ്സി എന്താണ്? എന്താ ഓട്ടോപ്സി? പോസ്റ്റ്മോർട്ടം അല്ലെ? പഠിച്ചതൊക്കെ മറന്നുപോയോ? പോസ്റ്റ്മോർട്ടത്തിനെ അല്ലേ നമ്മൾ ഓട്ടോപ്സി എന്ന് പറയുന്നേ? ആണോ? അപ്പൊ സമ്മതം വാങ്ങാതെയുള്ള പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സികൾ ചെയ്യുക, അതാണ് നമ്മുടെ ആക്ട് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്, ഒഴിവാക്കൽ പ്രവൃത്തിയാണ്. അപ്പൊ അവിടെ നമ്മുടെ സമ്മതം വാങ്ങാതെയുള്ള എന്താണ് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ മനസ്സിലാവുന്നോ? ഇതിപ്പോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മളോടുള്ള അനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ മനഃപൂർവ്വമായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് ഓട്ടോപ്സി എന്ത് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ സമ്മതം വാങ്ങിയിട്ട് വേണമല്ലോ ചെയ്യാൻ. അപ്പൊ അത്തരത്തിലുള്ള സമ്മതം വാങ്ങുന്നതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കി, അല്ലെങ്കിൽ നമ്മൾ സമ്മതം വാങ്ങാതെ പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നെഗ്ലിജൻസ്, അശ്രദ്ധ, അതായത് സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. ഇപ്പൊ മിക്ക കേസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വയറിനുള്ള ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അബ്ഡോമിനുള്ളിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ സ്വാബ് പഞ്ഞിയോ ഒക്കെ ഇരുന്ന് എന്താണ് സർജറിക്ക് ചെയ്യുന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് ബുദ്ധിമുട്ട് വരുമ്പോൾ പുറത്തെടുക്കുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ കേസുകളൊക്കെ ഈ അടുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കേസുകൾ, നെഗ്ലിജൻസ്, അശ്രദ്ധ മൂലം, അതൊക്കെ ഒരു വ്യക്തിക്ക് ദോഷമുണ്ടാവുന്ന കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നെഗ്ലിജൻസ് അല്ലെങ്കിൽ അശ്രദ്ധ, സ്വാബ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമനിൽ സ്വാബ് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സോ ഇരിക്കുക. അതുപോലെ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ള ഇവിടെ വരെ മധ്യസ്ഥ പറയുന്നുണ്ട്. അപ്പൊ ഈ 3 എക്സാമ്പിളുകൾ നോക്കിയിട്ട് വരാം. അപ്പൊ എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എന്താണ് അനാവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്കെതിരെ ചെയ്യാം, മനഃപൂർവ്വമായിട്ട് നമ്മളെ ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങള്. ഇനി ബാക്കിയുള്ള എക്സാമ്പിൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇവിടെ വരെയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.